മഞ്ജുവിൻ്റെ പുത്തൻ ചിത്രമായ തലൈവർ 170 ചിത്രീകരണം തമിഴ്നാട്ടിലും മറ്റിടങ്ങളിലുമായി പുരോഗമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം പുറത്തിറങ്ങുന്നതോടെ കൂടി മഞ്ജുവിൻ്റെ സ്റ്റാർ വാല്യൂ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുതിച്ചു കയറും. മലയാളികളുടെ അഭിമാനപാത്രമായി മഞ്ജു അങ്ങനെ നിലകൊള്ളും. 40 കൊല്ലത്തിന് മുകളിലായി മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ താരരാജാക്കന്മാരായി വാഴുന്നു എന്ന് തന്നെ പറയാം. എത്ര നടന്മാർ വന്നു, ജയറാമും ദിലീപും സുരേഷ് ഗോപിയും എല്ലാം നമുക്കിടയിലുണ്ടെങ്കിലും മമ്മൂക്ക, ലാലേട്ടൻ ഇവർ തന്നെയാണ് ഇപ്പോഴും എല്ലാവർക്കും വേണ്ടത്. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ കരിയറിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നടിമാർ വരുന്നു പോകുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ. എന്നാൽ നിലനിൽപ്പ് എന്ന് പറയുന്ന വാക്ക് ഏറ്റവും അനുയോജ്യമായുള്ളത് മഞ്ജുവിന് തന്നെ. തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ മഞ്ജുവിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തുവിടുകയാണ്. മഞ്ജു വാര്യർ എന്ന നടിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി എല്ലാം തന്നെ അവർക്കിടയിലും സമൂഹ മാധ്യമങ്ങളിൽ ദിലീപും മീനാക്ഷിയും കാവ്യയുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. മലയാളികൾക്കിടയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് പോലെ തന്നെ തമിഴ് മാധ്യമങ്ങളിലും ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അവർക്ക് പ്രേക്ഷകരും കൂടുതലാണ്. സത്യത്തിൽ ഇപ്പോഴാണ് മഞ്ജുവിൻ്റെ കുടുംബത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയും എന്താണ് സംഭവിച്ചതെന്നും അവിടെയുള്ളവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിലും മഞ്ജു പെട്ടുപോവുകയാണ്. മകളെക്കുറിച്ചും മുൻ ഭർത്താവിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ മഞ്ജുവിന് ഉത്തരം കൊടുക്കാതെ വയ്യ എന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം അത്തരമൊരു സന്ദർഭം മഞ്ജു നേരിടേണ്ടി വന്നു. ഒരു ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കൊടുക്കാതെ വയ്യ എന്ന സാഹചര്യം. അവതാരകൻ മകളെക്കുറിച്ച് പറയുമോ എന്ന് മാത്രമാണ് ചോദിച്ചത്. കാരണം അവിടെയുള്ള പ്രേക്ഷകർക്ക് ഒരുപാട് കൂടുതൽ അറിയില്ല മഞ്ജുവിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും മകളെക്കുറിച്ചുമൊന്നും. കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നുമല്ല ചോദിച്ചത്. മകളെക്കുറിച്ച് പറയാമോ എന്ന് മാത്രമാണ് അദ്ദേഹം ചോദിച്ചത്. മഞ്ജു പറഞ്ഞു, അതിനെന്താ, അവൾ എൻ്റെ രാജകുമാരിയാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അവളുടെ അച്ഛനോടൊപ്പം അവൾ ഏറെ സുരക്ഷിതയാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞ് മഞ്ജു അവസാനിപ്പിച്ചുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തകളായി പുറത്തു വരുന്നത്. ഇതിൽ സത്യമുണ്ടോ അതോ വെറും ഗോസിപ്പാണോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല.